Tell me, are you sure? എന്നെ ഇതിനു മുന്നേ കണ്ടിട്ടേ ഇല്ല. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്കങ്ങനെ കണ്ടതായി ഓർക്കുന്നില്ല. ഞാൻ സാറിനെ കണ്ടിട്ടുമില്ല. ഓക്കെ, തനിക്കൊരു ബ്രദർ ഉണ്ടെന്നല്ലേ പറഞ്ഞിരുന്നേ? എങ്ങനെയാ മരിച്ചുപോയെ? ഇങ്ങേരെന്താ ഇതൊക്കെ ചോദിക്കുന്നേ? എന്തേലും അറിഞ്ഞിട്ടാണോ? ഈശ്വര, എന്താടോ താനൊന്നും മിണ്ടാത്തെ? അത് എൻ്റെ ബ്രദർ ഒരു ആക്സിഡന്റിലാ മരിച്ചുപോയി. എനിക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു, അവളും ഒരു ആക്സിഡന്റിലാ മരിച്ചുപോയെ. ദേവൻ എങ്ങനെയുണ്ട്? അവൻ ഓക്കെ ആയോ? അവനിപ്പോ ഓക്കെയാ, പ്രശ്നമൊന്നുമില്ല. നീ ഓഫീസിലോട്ട് വരുമ്പോ അവന്റെ അടുത്ത് ആരാ? ഞാൻ അവനെ ഇവിടെ അടുത്തുള്ള പ്ലേ സ്കൂളിൽ വിടുന്നുണ്ട്. ശരിയെന്നാ, യു ക്യാൻ ഗോ നൗ. എന്തിനാ ഇന്ദ്രേട്ടൻ ചേട്ടനെ പറ്റി ചോദിച്ചേ? ഈശ്വര, എന്തെങ്കിലും അറിഞ്ഞു കാണുമോ? എനിക്കെന്തോ എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു. ഗീതു, ഇന്ദ്രേട്ടനെ കണ്ടു വന്നോ? എന്തു പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, വെറുതെ പരിചയപ്പെടാൻ വിളിച്ചതാ. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ അതിനായിരിക്കും വിളിച്ചേന്ന്. കാവ്യ, എല്ലാരോടും ഇങ്ങനെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാറുണ്ടോ? അങ്ങനെ എല്ലാരോടും ഇല്ല, പിന്നെ ചില എംപ്ലോയീസിൻ്റെ ഒക്കെ ചോദിച്ചു വെക്കാറുണ്ട്. എന്തു പറ്റി? അല്ല, എന്നോട് ചോദിച്ചു, അതുകൊണ്ട് ചോദിച്ചതാ. ആണോ? അത് വലിയ കാര്യമൊന്നുമില്ല. ശരിയെന്നാ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇന്ന് അർണവേട്ടന് തിരുവനന്തപുരത്ത് പോവാ. തിരുവനന്തപുരത്തോ? അതെന്താ? എന്തോ പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ശരിയെന്നാ, നീ ചെല്ലേ. അർണവ്, നിന്റെ കൂടെ ഞാൻ വരുന്നുണ്ട്. നീ വരേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പോയി അന്വേഷിച്ചാ പോരെ? വരേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാ വരുന്നേ. ബട്ട് നീ കൂടെ വന്ന ആൻറ്റിയുടെ അടുത്ത് അയാൾ പോയാ? ഡോൺ വറി, എൻ്റെ വീട്ടിൽ വന്ന് മമ്മിയെ കൊണ്ടുപോകാനുള്ള ധൈര്യം എൻ്റെ അച്ഛനെന്ന് പറയുന്ന അയാൾക്കില്ല. ആദ്യം നമുക്ക് പോകേണ്ടത് ഇവിടെ അടുത്ത് ഏത് ഡേ കെയറിലാണ് ദേവിനെ ആക്കിയിട്ടുള്ളതെന്ന് നീ കാവ്യനോട് ചോദിക്കുക. അവിടെ പോയി ദേവിനെ കണ്ടതിന് ശേഷം നമുക്ക് പോവാം.